മുല്ലപ്പെരിയാർ ഡാം കേരളത്തിൻ്റെ ശിരസ്സിന് മീതെയുള്ള ഒരു ജലബോംബാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കാരണം 128 വർഷം പഴക്കമുള്ള ഒരു ഡാം ഇപ്പോഴും ഡീകമ്മീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലപാടിൽ പല ചർച്ചകളും പുരോഗമിക്കുമ്പോൾ എന്തുമാത്രം ജനങ്ങൾക്കാണിത് ഭീഷണിയായി മാറുന്നത് എന്നതൊരു സത്യമാണ്. തമിഴ്നാടിന് ജലം ആവശ്യമാണ് കൃഷി ആവശ്യങ്ങൾക്ക്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സുരക്ഷയാണിത്. ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭീഷണമായ സാഹചര്യം ഊഹിക്കാൻ പോലും സാധിക്കാത്തതാണ്. കേരളത്തിൻ്റെ നല്ല പങ്കും ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ക്കപ്പെടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 84ഓളം ഡാമുകളാണുള്ളതെന്ന് പറയുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് 128 വർഷങ്ങൾക്ക് മുൻപ് അന്ന് നിലവിലിരുന്ന സാങ്കേതിക വിദ്യകൾ അനുസരിച്ച് മാത്രമാണ്. കേവലം കരിങ്കല്ലും സുർക്കിയും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാം ഇപ്പോഴും സുരക്ഷിതമാണെന്ന് ചിന്തിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനകത്തുള്ള ലോജിക്ക് എത്ര അർത്ഥശൂന്യമാണ്. വാസ്തവത്തിൽ ഒരു 40-50 വർഷത്തിൽ കൂടുതൽ ഒരു ഡാം പഴക്കമുണ്ടാകാൻ പാടില്ലാത്തതാണെന്നാണ് കൃത്യമായ ശാസ്ത്രീയമായ നിഗമനങ്ങളും പഠനങ്ങളും. ആ നിലയിലാണ് അന്നുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ പാകത്തിൽ നിർമ്മിച്ചെടുത്ത ഒരു ഡാം, ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചെടുത്ത ഒരു ഡാം ഇപ്പോഴും സുരക്ഷിതമാണെന്ന് വാദിക്കുന്നത്. വാസ്തവത്തിൽ എത്രയോ അപകടകരമായ ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിന് കേരളത്തിൻ്റെ ഒരു ആശങ്ക എന്നത് സുപ്രീം കോടതിയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ വേണ്ടത്ര ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുകയാണ്. തമിഴ്നാടിന് ജലം ആവശ്യമാണ്, അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. തമിഴ്നാടിന് അവരുടെ കൃഷിക്ക് ആവശ്യമായ ജലം കിട്ടേണ്ടത് ആവശ്യമാണ് എന്നുള്ളതിന് സംശയമില്ല. അതേസമയം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ഇതിനകത്ത് സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഏതെങ്കിലും വ്യക്തി താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നെങ്കിൽ എന്താണ് ഇതിനകത്ത് തെറ്റിരിക്കുന്നത്? അത്തരത്തിലൊരു വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല പഠനങ്ങളും IIT റൂർക്കി ഉൾപ്പെടെയുള്ളവരുടെ പഠനങ്ങൾ ഇതുവരെയും വേണ്ടത്ര വെളിച്ചം കണ്ടിട്ടില്ല. ഡാമിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് ഈ കഴിഞ്ഞ നാളിൽ പുറത്തു കൊണ്ടുവന്ന ഒരു രേഖ, ഒരു പഠനം വളരെ ഔദ്യോഗികമായിട്ടുള്ളതാണ്, ആധികാരികമായിട്ടുള്ളതാണ്. മുല്ലപ്പെരിയാർ ഡാം ഇൻ കേരള, India is over 100 years old, visibly damaged and located in a region prone to earthquakes. Its collapse would harm 3.5 million people downstream. എത്രയോ ഗുരുതരമായ ഒരവസ്ഥയാണ് ഇപ്പോഴത്തേത് എന്നുള്ളത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ പഠനം വളരെ ആധികാരികമായ പഠനമാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കേരളത്തിലെ 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണിത് ഭീഷണിയാകുന്നത് എന്നർത്ഥം. രാജ്യാന്തര തലത്തിൽ അവരുടെ ഒബ്സർവേഷൻസ് മാനിക്കപ്പെടുന്നതാണ്. അത്തരത്തിലുള്ള വളരെ വ്യക്തമായ ഒരു പഠനം പുറത്തു വന്നിട്ട് പോലും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാതിരിക്കുന്നത് എത്രയോ ഭീതിജനകമാണ്. തികഞ്ഞ ആശങ്കയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനം, ഭൂകമ്പ ബാധിത മേഖലയായ പ്രദേശത്തിൻ്റെ അപകടാവസ്ഥ മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായി കാലാവസ്ഥാ വ്യതിയാനവും ഇത്തരത്തിലുള്ള ഭൂകമ്പത്തിൻ്റെ അവസ്ഥകളും വർദ്ധമാനമാകുന്നൊരു സാഹചര്യത്തിൽ ഇത്രയും പഴക്കം ചെന്ന ഒരു ഡാം എങ്ങനെ നിലനിൽക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ സുരക്ഷയും ജീവനും എല്ലാം ഉറപ്പുവരുത്തേണ്ട സർക്കാർ അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ടി വരുന്നത് എന്തൊക്കെയായിരുന്നാലും ഒരു വിദഗ്ധമായ പഠനം, ഇപ്പോൾ ഉള്ള ഒരു എംപവേർഡ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന സമിതികളുടെ പഠനത്തിൽ മാത്രം ആശ്രയിച്ചിട്ട് അർത്ഥമില്ല. രാജ്യാന്തര നിലവാരമുള്ള വിദഗ്ധരെ ഉൾക്കൊള്ളുന്ന കൃത്യമായ ഒരു സമിതിയുടെ പഠനം ഉണ്ടാവുകയും അത് വേണ്ട വിധം സുപ്രീം കോടതിയിൽ ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർക്കാരുകൾ ഒരുമിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി തന്നെ രണ്ട് സർക്കാരുകളും, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സർക്കാരുകൾ ഈ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടെടുത്തുകൊണ്ട് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം കൃത്യമായ ഒരു നടപടിയിലേക്ക് എത്തണം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് സത്വരമായ ഇടപെടൽ നടത്തണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.